കേരള രാഷ്ട്രീയത്തിലെ വിടുവായന്മാരെ കാട്ടിത്തരാം. വെറും വിടുവായന്മാരല്ല, ദുരന്തമുഖത്ത് പോലും ജനങ്ങളെ യാതൊരു തരത്തിലുള്ള മനസാക്ഷിയില്ലാതെ സഹായിക്കുന്നവരെ പോലും പരിഹസിക്കുന്ന, എന്നാൽ ആ ദുരന്തബാധിതരെ ചൂണ്ടിക്കാട്ടി പണം പിരിച്ചെടുത്ത് പുട്ടടിച്ചതിന് ശേഷം അവരെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവർ, അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയവരെ, കഠിനാധ്വാനം നടത്തിയവരെ ഇന്നലകളിൽ കേരളത്തിന്റെ വിടുവായന്മാർ പരിഹസിച്ചിരുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കണം, ചില പ്രതികരണങ്ങൾ കാട്ടിത്തരാം. മനസാക്ഷിയില്ലാതെ കൽപ്പറ്റയിൽ ടൗൺഷിപ്പിന്റെ പണി ആരംഭിച്ച സന്ദർഭത്തിൽ കേരളത്തിലെ യൂത്ത് വിടുവായന്മാർ പണം പിരിച്ച് 5 സ്റ്റാർ ഹോട്ടലുകളിൽ വ്യഭിചാരവും നടത്തിക്കൊണ്ട് നടന്ന് ചെയ്യുന്നവരെ ആക്ഷേപിച്ചിരുന്നത് എങ്ങനെയെന്ന് ഒന്ന് കണ്ടേ. ഈ കൊടുത്ത ഡിവൈഎഫ്ഐ കൊടുത്ത 20 കോടി ഉണ്ടല്ലോ, അത് മറ്റൊരു തരത്തിൽ പാർട്ടി അക്കൗണ്ടിലേക്ക് 40-50 കോടിയായിട്ട് തിരിച്ചു വരുമെന്നുള്ള ആരോപണം ആണിന്ന് നിലവിലുള്ളത്. അത് ഞങ്ങൾ വീണ്ടും ഉന്നയിക്കും. ദുരിതാശ്വാസ നിധിയിലേക്ക് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല 1 മാസത്തെ ശമ്പളം നൽകുന്നു ഇപ്പൊ അറിയിച്ചിട്ടുണ്ട്. സർക്കാരിന് കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പാർട്ടിക്ക് തന്നെ അതിന്റേതായ ഫോറം ഉണ്ട്. ഇടതുപക്ഷത്തിന്റെ കൈ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഗവൺമെന്റിന്റെ കാലതാമസത്തെ അതിജീവിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതല്ലേ ചോദ്യം. നമുക്ക് ഈ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റുമോ? കണ്ടല്ലോ, പിരിച്ചെടുത്ത പണം ഒരു വിഹിതം കേരളത്തിലെ മാപ്രകൾക്ക് കൂടി കൊടുത്താൽ രാവിലെയും വൈകുന്നേരവും 10 പൈസയുടെ പണിയെടുത്തില്ലെങ്കിലും നാവ് കൊണ്ട് ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് മുന്നിൽ കൃത്യമായിട്ട് അവരെത്തും. മുതലാളിക്ക് മാസപ്പടി കിട്ടിയാൽ മതിയല്ലോ. എന്ത് വിടുവായത്തരവും കേരളത്തെ കേൾപ്പിക്കും. അങ്ങനെയാണ് ദുരന്ത ബാധിതരെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ 30 വീട് പ്രഖ്യാപിച്ചതിന് ശേഷം ആ പ്രഖ്യാപനത്തിന്റെ പുറത്തിരുന്നിട്ട് അതിന്റെ പണി ചെയ്യുന്നവരെയൊക്കെ പരിഹസിച്ചത്. ഇന്നിപ്പോ വീട് യാഥാർത്ഥ്യമായി. ഈ ഡയലോഗ് അടിച്ചവന്മാർ, ഈ വിടുവായത്തരങ്ങൾ മുഴുവൻ പറഞ്ഞവർ, ഈ അലവലാതിത്തരം മുഴുവൻ ഈ മാധ്യമക്കോലുകളിലൂടെ വിളിച്ചു പറഞ്ഞവർ ഇന്നിപ്പോ എന്തായി? അന്നിവർ പരിഹസിച്ചവർ ആക്ഷേപിച്ച സംവിധാനം, അതായത് സർക്കാർ കൊടുത്ത വാക്ക് എന്തായി? നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയുന്നില്ലേ? ഇതാണ് കേരളത്തിൽ പല കാര്യങ്ങളിലും നടക്കുന്നത്. രാവിലെയും വൈകുന്നേരവും മൈക്കിന്റെ കോലുകൾക്ക് മുന്നിൽ പുട്ടിയിട്ട് വരും ഡയലോഗ് അടിക്കാൻ. അല്ലാതെ കേരളത്തിന് വേണ്ടിയോ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ഡയലോഗ് അടിക്കുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യരോട് അനുകമ്പയുണ്ടായിരുന്നെങ്കിൽ, അവരോട് സഹാനുഭൂതി ഉണ്ടായിരുന്നെങ്കിൽ, ഇവർ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത്, അവർ ആ പണം തട്ടിക്കും എന്ന് പ്രചരിപ്പിച്ചതിന് ശേഷം സ്വന്തം നിലയ്ക്ക് പിരിവെടുത്തവരാണ്. ആദ്യം ഒരു വീട് വെച്ച് മാതൃക കാട്ടിയിട്ട് ഞങ്ങൾ ചെയ്തത് കണ്ടോ പിണറായി എന്ന് പറഞ്ഞാൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു.